പാലക്കാട് ഒറ്റപ്പാലത്ത് യുവതിയെയും 2 കുട്ടികളെയും കാണാനില്ലെന്ന് പരാതി. ഒറ്റപ്പാലം സ്വദേശിനിയായ ബാസിലെയും മക്കളുമാണ് കാണാതായത്. പട്ടാമ്പിയിലുള്ള ഭർത്താവിന്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാണ് ഇവർ പോയത്. ഇവർ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ 2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അതായത് അവളുടെ സ്വന്തം വീട്ടിൽ, ഞാൻ ആങ്ങളെയാണ്, സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് ഒരു 2 മണിക്ക് ഒറ്റപ്പാലം ടൗണിൽ വന്ന് ഇറങ്ങി. അതിനുശേഷം എന്തായിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല. പിന്നെ ഒരു 4:15 മെസ്സേജ് വരികയാണ് ഭർത്താവിൻ്റെ ഫോണിൽ, അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. 2 കുട്ടികളുണ്ട് കൂടെ, 7 വയസ്സായിട്ടുള്ളൊരു ആൺകുട്ടിയുണ്ട്, 2 വയസ്സായിട്ടുള്ള ഒരു ആൺകുട്ടിയുണ്ട്. അവർ 2 പേരും പാടാണ്. പിന്നെ വോയിസ് മെസ്സേജിൽ ഞങ്ങൾക്കൊരു ഒരു തുമ്പ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെയിൽവേൻ്റെ ഒരു സൗണ്ട് കേട്ട്, അതായത് നമുക്കൊരു അനൗൺസ്മെൻറ്റിൻ്റെ ഒരു സ്റ്റാർട്ടിങ്, അത് വെച്ചിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ പരിസരം അങ്ങനെയൊക്കെ റെയിൽവേക്കാരോടൊക്കെ പോയി പറഞ്ഞ് അവരുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തു. അതിനുശേഷം ഞങ്ങളൊരു 6 മണിക്ക് ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ നിന്നിട്ട് ഒരു 9:30 മണിയാകുമ്പോഴത്തേനാണ് അവർ കേസ് എടുത്തത്. കേസ് എഴുതി, അവിടെ ആളില്ല, വനിതാ പോലീസില്ല, സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ ആളില്ല, ആ 3-4 പേരുള്ളൂ. അവരെന്നെ തമ്മിൽ യുദ്ധമാണ് അവിടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ആശ്വാസം കിട്ടുന്നത് അവർക്ക് ആ എഴുതി കൊടുത്തതിന് ശേഷം 9:30 മണി കഴിഞ്ഞപ്പോഴത്തേനും. അതിനുശേഷം നമ്മൾ ഈ റെയിൽവേൻ്റെ ഒരു ഉറക്കമില്ലാതായിട്ട് റെയിൽവേൻ്റെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ആ റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങൾ, ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ, അതാണ് വലിയ ഹബ്ബ്. അവിടെ പോയി ഇനി ലോങ് പോകാനാണെങ്കിൽ അവിടെ പോയി ഒന്ന് അന്വേഷിക്കുക എന്നുള്ള നിലക്ക് അവിടുന്ന് CCTV അവരോട് ചോദിച്ച് അവരൊരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ CCTV കാണിച്ചു തന്നു. നമുക്ക് ഒന്നും ഔട്ട്പുട്ടൊന്നും തരുമൊന്നുമില്ല, കാണിച്ചു തന്നു. അതിൽ ഒരു 2:30-2:45 അവർ 2 കുട്ടികളെയും കൂട്ടിയിട്ട്, പെങ്ങൾ 2 കുട്ടികളെയും കൂട്ടിയിട്ട് അവിടെ വന്ന് ഇറങ്ങണതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് 4-5 പ്ലാറ്റ്ഫോമിൽ വെയിറ്റ് ചെയ്യണതായിട്ടുണ്ട്. അതിന് ശേഷം നമ്മളൊരു കോയമ്പത്തൂർ പാസഞ്ചറും അതേപോലെ ഇൻ്റർസിറ്റിയും പാടെ വന്ന് നിൽക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ അവരെ കാണുന്നില്ല. ആ ഗ്യാപ്പിൽ പിന്നെ അവിടുന്ന് കാലിയാണ്, റെയിൽവേ പ്ലാറ്റ്ഫോം കാലിയാണ്. അത്രയാണ് അറിയുള്ളൂ. അത് വെച്ചിട്ട് അത് പ്രകാരം അത് അറിഞ്ഞപ്പോഴത്തേക്കും രാവിലെ 6 മണിയായി. നമ്മൾ ഇന്ന് രാവിലെ 6 മണിയായി. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ പോണ വഴിയാണ് കോയമ്പത്തൂർ എന്നുള്ള നിലക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. പ്രശ്നങ്ങൾ നിലവിലൊന്നും കാര്യമായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല, ഒന്നും ഇല്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഇടപെടേണ്ട പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി എന്നാ അവരെ കണ്ടുകിട്ടിയിട്ട് ചോദ്യം ചെയ്താലേ അറിയുള്ളൂ, ചോദിച്ചു കഴിഞ്ഞാലേ അറിയുള്ളൂ. ആയിഷത്തുൽ ഷംന ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷംന, ഈ യുവതിയുടെ ബന്ധുവിൻ്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ കുടുംബ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു ട്രെയിനിൽ അവർ എവിടേക്കെങ്കിലും പോയിരിക്കാം എന്നൊരു സംശയമാണ് പങ്കുവയ്ക്കുന്നത്. നിലവിൽ പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത്? ടോം, ഈ പ്രതികരണം യുവതിയുടെ സഹോദരന്റെ തന്നെയാണ്. അത് പ്രകാരം ഈ കുടുംബ പ്രശ്നങ്ങൾ, അതായത് ഭർത്താവുമായോ മറ്റു കുടുംബാംഗങ്ങളുമായോ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉള്ളതായി ഇവർക്ക് അറിവില്ല, അങ്ങനെ ഇല്ല എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഈ യുവതി ഭർത്താവിന്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് എവിടെ പോയി എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. പിന്നെ ഈ യുവതി തന്നെ ഒരു 2 മണിക്ക് സ്വന്തം വീട്ടിൽ നിന്നും ഒറ്റപ്പാലത്ത് നിന്നും ഇറങ്ങിയതിനു ശേഷം ഒരു 2 മണിക്ക് വീട്ടിൽ നിന്നും ഇറങ്ങുന്നു. അതിനുശേഷം വോയിസ് മെസ്സേജ് അയച്ചാണ് പറയുന്നത്, ഞാൻ വരുന്നില്ല, ഭർത്താവിന്റെ പട്ടാമ്പിയിലുള്ള വീട്ടിലേക്ക് വരുന്നില്ല എന്ന് യുവതി തന്നെയാണ് വോയിസ് മെസ്സേജിലൂടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു തട്ടിക്കൊണ്ട് പോകൽ ശ്രമമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ യുവതിയെ മറ്റൊരാൾ അപകടപ്പെടുത്താൻ ശ്രമിക്കുകയോ അപായപ്പെടുത്താൻ ശ്രമിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഈ യുവതി ട്രെയിൻ കയറി മറ്റേതെങ്കിലും സ്ഥലത്തോട്ട് പോയിരിക്കാം എന്നതാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനം. ഇതിൽ കുടുംബം പോലീസിനെതിരെ ഒരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. അതായത് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് യുവതിയെ കാണാതാവുന്നത്. അതിനുശേഷം വൈകിട്ടോടുകൂടി തന്നെ പരാതി നൽകിയെങ്കിലും പോലീസ് മനഃപൂർവ്വം കേസ് രജിസ്റ്റർ ചെയ്യുന്നത് വൈകിപ്പിച്ചു. രാത്രിയോടുകൂടിയാണ് കേസ് രജിസ്റ്റർ ചെയ്തതും അന്വേഷണം തുടങ്ങിയതും എന്നുമാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും യുവതിയുടെ ആ വോയിസ് ക്ലിപ്പ് തന്നെയാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള അന്വേഷണത്തിലേക്ക് നിർണായകമായത്. വോയിസ് ക്ലിപ്പിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ശബ്ദം കേൾക്കുകയും അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ യുവതി ഉണ്ടെന്ന് കണ്ടെത്തിയത്. ഇതിൽ യുവതി 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നതും കൃത്യമായി CCTV ദൃശ്യങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് യുവതിയെ കാണാതാവുന്നത്. അതിനുശേഷം മറ്റ് CCTV ദൃശ്യങ്ങളിലൊന്നും യുവതിയില്ല. അങ്ങനെയെങ്കിൽ കോയമ്പത്തൂർ ഭാഗത്തേക്കുള്ള ഏതെങ്കിലും ഒരു ട്രെയിനിൽ യുവതി കയറി പോയിട്ടുണ്ടാകാമെന്നാണ് നിഗമനം. എന്തായാലും അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പ്രത്യേകിച്ച് പാലക്കാട് എന്ന് പറയുന്നത് തമിഴ്നാട്
തമിഴ്നാടിനോട് ചേർന്ന് നടക്കുന്ന ഒരു ജില്ല ആയതോട് കൂടി തന്നെ ഇനി അങ്ങോട്ടേക്ക് കൂടി തമിഴ്നാട്ടേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിൽ പ്രാഥമിക ഘട്ടത്തിൽ യുവതി സ്വയിഷ്ടപ്രകാരം പോയതാകാം എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യമുള്ളത് ഈ യുവതിയുടെ കൂടെ 2 കുട്ടികളുണ്ട്. അതിൽ തന്നെ 2 വയസ്സായ ഇളയ കുട്ടിയും 7 വയസ്സായ മൂത്ത മകനുമാണ് ഒപ്പമുള്ളത്. ഇനി യുവതിക്ക് ഏതെങ്കിലും തരത്തിൽ മറ്റു ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് വ്യക്തത വരേണ്ടത്. യുവതി അങ്ങനെ പോയതാണോ, ഇത്തരത്തിലുള്ള ഏതെങ്കിലും ബന്ധമോ അത്രയൊരു സംശയമുണ്ടോ ഷംന? കാരണം അങ്ങനെയെങ്കിൽ ഈ 2 കുട്ടികളെയുമായി ഈ യുവതി നാട് വിടാനുള്ള സാധ്യതയുണ്ടോ? മറ്റേ ഈ കുടുംബത്തിന്റെ സംശയം എന്താണ്? ഭർത്താവുമായി അല്ലെങ്കിൽ ഭർത്തൃ വീട്ടുകാരുമായി ഏതെങ്കിലും ഇതിലുള്ള പ്രശ്നങ്ങൾ നിലനിന്നിരുന്നോ? അത്ര എന്തെങ്കിലും പരാതി അവർ ഉന്നയിക്കുന്നുണ്ടോ? ടോം, ഇതിൽ ഈ ഭർത്താവുമായോ മറ്റു കുടുംബാംഗങ്ങളുമായോ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സഹോദരന്റെ പ്രതികരണത്തിലടക്കം വ്യക്തമാകുന്നത്. ഇനി അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് യുവതി പറഞ്ഞിട്ടില്ല, അത് ഇവർക്ക് അറിയുകയുമില്ല. പക്ഷേ യുവതിയുടെ സ്വയം ഇഷ്ടപ്രകാരമാണ് പോയത് എന്ന തരത്തിലേക്ക് ആ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ സഹായിക്കുന്നത് യുവതിയുടെ വെളിപ്പെടുത്തൽ തന്നെയാണ്. ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല എന്നുള്ള വെളിപ്പെടുത്തൽ. ഒപ്പം തന്നെ യുവതി ഒറ്റയ്ക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ, അവിടെ പ്ലാറ്റ്ഫോമിൽ കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങൾ, ഇതാണ് കിട്ടിയിട്ടുള്ളത്. അല്ലാതെ ഈ യുവതിയെ പെട്ടെന്നൊരിക്കൽ കാണാതാവുകയോ അല്ല, യുവതി വോയിസ് മെസ്സേജ് അയച്ചതിന് ശേഷമാണ് കാണാതാവുന്നത്. അതുകൊണ്ട് തന്നെ യുവതിയുടെ സ്വയിഷ്ടപ്രകാരം പോയതെന്ന നിഗമനത്തിലാണുള്ളത്. ഒപ്പം തന്നെ ഈ ഭർത്താവുമായി മറ്റ് പ്രശ്നങ്ങളൊന്നും ഉള്ളതായി കുടുംബത്തിന് അറിയാത്ത ഒരു സാഹചര്യത്തിലാണ് യുവതിക്ക് ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധമുണ്ട്, അങ്ങനെയുള്ള ഒരു സ്ഥിരീകരണങ്ങളും വന്നിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്, അത് തള്ളിക്കളയാനുമാവില്ല. എന്തായാലും ആ ഒരു നിലയ്ക്ക് കൂടി അന്വേഷണം പുരോഗമിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ടോം, ആയിഷത്തുൽ ഷംനയാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവിലേക്ക് മടങ്ങിയെത്താം ഇടവേള കഴിഞ്ഞ്.